ഇന്ത്യൻ പ്രീമിയർ ലീഗ് IPL വാതുവയ്പ് കേസിൽ കുറ്റക്കാർക്കുള്ള ശിക്ഷ വിധി ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. ഗുരുനാഥ് മെയ്യപ്പനും രാജ് കുന്ദ്രയ്ക്കും ആജീവനാന്ത വിലക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിനും രാജസ്ഥാൻ റോയൽസിനും 2 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുപ്രീം കോടതി നിയോഗിച്ച ജസ്റ്റിസ് RM ലോഥ കമ്മിറ്റിയാണ് ശിക്ഷ പ്രഖ്യാപിച്ചത്. IPL COO സുന്ദർ രാമന്റെ ഇടപെടൽ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്നും ജസ്റ്റിസ് RM ലോഥ പറഞ്ഞു. ഇത് അച്ചടക്ക നടപടി മാത്രമാണെന്നും ക്രിമിനൽ നടപടികൾ കോടതി തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമുക്കിപ്പോൾ ഇന്നത്തെ ഈ ന്യൂസ് ആൻഡ് വ്യൂസിൽ എക്സ്പെർട്ട് പാനലിൽ നമ്മോടൊപ്പം BCCI പ്രതിനിധീകരിച്ചുകൊണ്ട് കോച്ചും അതുപോലെ സെലക്ടറുമായ രംഗനാഥൻ ചേരുന്നു. ഒപ്പം പ്രമുഖ ക്രിക്കറ്റ് സ്പോർട്സ് ലേഖകൻ മാധ്യമപ്രവർത്തകനായ ഷൈജു ദാമോദരൻ, അതോടൊപ്പം സ്പോർട്സ് അനലിസ്റ്റ് ദേവദാസും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ ഷൈജു ദാമോദരനിലേക്ക് തന്നെ പോകട്ടെ. ശ്രീ ഷൈജു, ഇന്നത്തെ ഈ വിധി ജസ്റ്റിസ് ലോധയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടെ ഈ ഒരു ശിക്ഷാവിധി എങ്ങനെ നോക്കിക്കാണുന്നു? ആദ്യ പ്രതികരണം. തീർച്ചയായും 2013 ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിനെ ബാധിച്ചിരിക്കുന്ന വലിയ ഒരു ദുർഭൂതം പകുതി ഒഴിഞ്ഞുപോയി എന്ന് വേണം കരുതാൻ. കാരണം അത് പക്ഷേ പൂർണ്ണമായി ഒഴിഞ്ഞുപോയി എന്ന് പറയാനും ആവില്ല. അതായത് പ്രധാനപ്പെട്ട ചെന്നൈ സൂപ്പർ കിങ്സിനെയും രാജസ്ഥാൻ റോയൽസിനെയും പോലെ ഈ IPL ഒത്തുകളി വിവാദത്തിൽ ഉൾപ്പെട്ട 2 പ്രധാനപ്പെട്ട ടീമുകളെ 2 വർഷത്തേക്ക് പൂർണ്ണമായി വിലക്കുകയും ആ 2 ടീമുകളുടെയും കൺസേൺഡ് ഓണേഴ്സായ ഗുരുനാഥ് മെയ്യപ്പനെയും രാജ് കുന്ദ്രയെയും എല്ലാവിധ ക്രിക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്നും ആജീവനാന്തകാലം വിലക്കേർപ്പെടുത്തുക എന്ന നല്ലൊരു വിധിയാണ്, നല്ലൊരു തീരുമാനമാണ്, വെർഡിക്റ്റാണ് ഇന്ന് ജസ്റ്റിസ് RM ലോഥ അധ്യക്ഷനായ 3 അംഗ സമിതി പ്രഖ്യാപിച്ചത്. തീർച്ചയായും ഇന്ത്യൻ ക്രിക്കറ്റിനെ ആരാധിക്കുന്ന IPLനെ ആവേശത്തോടെ സമീപിക്കുന്ന ഓരോ കൊച്ചു കാണിക്കും സന്തോഷം പകരുന്ന വിധിയാണ് ഇത് എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിലെ കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾ വളരെ കൃത്യമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുകൂടെ കാണേണ്ടി വരുന്നു. കാരണം ചെന്നൈക്കും രാജസ്ഥാനും ഓണേഴ്സിന് മാത്രമാണ് യഥാർത്ഥത്തിൽ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. ഈ 2 ടീമുകളിലെയും കളിക്കാർക്ക് വേണമെങ്കിൽ മറ്റൊരു ടീമിൻ്റെ പേരിൽ, വേണമെങ്കിൽ ചെന്നൈയിലെ എല്ലാ കളിക്കാർക്കും അടുത്ത IPL സീസണിൽ വേണമെങ്കിൽ കൊച്ചി ടീമിൻ്റെ പേരിൽ പോലും കളിക്കാനുള്ള ഒരു സാഹചര്യം തുറന്നു കിട്ടിയിരിക്കുകയാണ്. വേണമെങ്കിൽ അതിലൊരു കൺഫ്യൂഷൻ ഇപ്പോൾ നിലനിൽക്കുന്നത്, ഇവർ 3 വർഷത്തിലൊരിക്കലാണ് ഈ IPLിലേക്കുള്ള ലേലം നടക്കുന്നത്. അപ്പോൾ ഇവർ ഓൾറെഡി ഈ ക്ലബ്ബുകൾ അല്ലെങ്കിൽ ഈ ടീമുകളുടെ ഭാഗമാണ്. പുതിയ ഒരു ലേലം വരാതെ ഇവർക്ക് മറ്റൊരു കരാർ ലംഘിച്ച് മറ്റൊരു ടീമിലേക്ക് പോകാൻ സാധിക്കുമോ? ഷൈജു, തന്നെയാണ് പ്രദീപ് അത് തന്നെയാണ് ഞാൻ സംസാരിച്ചു വന്നത്. ഈ പുതിയ സാഹചര്യത്തിൽ BCCI IPL ഗവേണിംഗ് കൗൺസിലിന് വേണമെങ്കിൽ ഈ അടുത്ത വർഷത്തേക്ക് വേണ്ടി ഈ പ്രത്യേക ഒരു സാഹചര്യം കണക്കിലെടുത്ത് ഒരു പുതിയ താരലേലം കൊണ്ടുവരികയും ഈ പറയുന്ന കളിക്കാരെ, അതായത് ധോണിയും റെയ്നയും ജഡേജയും ബ്രാവോയും സ്മിത്തും വാട്സണും സഞ്ജു സാംസണും അജിങ്ക്യ രഹാനെയും ഒക്കെ ഉൾപ്പെടുന്ന ഈ 2 ടീമിലെ കളിക്കാരെ മറ്റ് 6 ടീമുകളിലേക്ക് മാറ്റി ലേലത്തിന് വെക്കുന്ന ഒരു സാഹചര്യം, ഇങ്ങനൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് അതിന് വേണമെങ്കിൽ സാധ്യതയുണ്ട്. അതല്ലാത്ത ആവശ്യത്തിലേക്ക് നമുക്ക് വരാം. അതിന് മുൻപായി ഇപ്പോൾ രംഗനാഥൻ ചേരുന്നു. ശ്രീ രംഗനാഥൻ, നമുക്കറിയാം മെയ്യപ്പനും രാജ് കുന്ദ്രയ്ക്കും ആജീവനാന്ത വിലക്ക് വന്നിരിക്കുന്നു. വളരെ നിർണായകമായ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഒരു വല്ലാത്ത ഒരു പരിഷ്കൃതമായ സമൂഹത്തിൻ്റെ മാത്രം പ്രാതിനിധ്യവും പണത്തിൻ്റെ കൊഴുപ്പിൻ്റെയും ക്രിക്കറ്റുമായി പുലബന്ധം പോലും ഇല്ലാത്തവരുടെ ഫ്രാഞ്ചൈസിയുടെയും ഒക്കെ കഥകൾ പറയുന്ന IPLിൽ ഇന്നുണ്ടായിരിക്കുന്ന വിധി വളരെയധികം ശ്രദ്ധേയമാണ്. താങ്കൾ BCCIയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ കൂടി താങ്കളുടെ ആദ്യ പ്രതികരണം. ആദ്യത്തെ താങ്കൾ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച ആദ്യത്തെ വിധിയെ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് തെറ്റുകാരെന്നായാലും ശിക്ഷിക്കപ്പെടണം. അതിന് ഉദാഹരണം ഇപ്പോൾ മെയ്യപ്പനായാലും രാജ് കുന്ദ്രയായാലും അവർ ബെറ്റിങ്ങിലും അല്ലെങ്കിൽ പല രീതിയിൽ ക്രിക്കറ്റിന് കളങ്കമുണ്ടാക്കുന്ന രീതിയിൽ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ അവർ തന്നെ അനുഭവിക്കണം. അത് ശരിയായൊരു വിധിയായിട്ട് പറയാം. പക്ഷേ രണ്ടാമത് 2 ടീമിനെ ബാൻ ചെയ്തു എന്നുള്ളത് 2 വർഷത്തേക്ക്, പ്രത്യേകിച്ച് ചെന്നൈ ടീമിനെയും രാജസ്ഥാൻ ടീമിനെയും 2 വർഷത്തേക്ക് മാറ്റി നിർത്തിയത് തീർത്തും ഒരു ശരിയായിട്ട് തോന്നുന്നില്ല. കാരണം ധാരാളം കളിക്കാരുടെ അവസരം, പ്രത്യേകിച്ച് ഉയർന്നു വരുന്ന താരങ്ങൾ, കൂടാതെ ക്രിക്കറ്റിനെ മാത്രം കണ്ടുകൊണ്ട്, അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ രാഹുൽ ദ്രാവിഡാണ് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിൻ്റെ മെൻറ്റർ, കൂടാതെ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനും കൂടെയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്ലെയർ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ദ്രാവിഡിനെ പോലെയുള്ളൊരു ടീമിൻ്റെ അംഗം അല്ലെങ്കിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ടീമിനെ ബാൻ ചെയ്യുക, അതിൽ തെറ്റ് ചെയ്തിട്ടുള്ളവർ,
അതിപ്പോൾ ഏത് പ്ലെയർ ആയാലും അവർക്കെതിരെ ഒരു അന്വേഷണം ഈ ഒരു വിധിയിലൂടെ വരികയാണെങ്കിൽ നമ്മളത് സ്വാഗതം ചെയ്തത്. ശരി, താങ്കളോട് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളൂ. ഇപ്പോൾ നേരത്തെ ഞാൻ ചോദിച്ചാണ്, താങ്കൾ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു ശ്രീ രംഗനാഥൻ. അതായത് ക്രിക്കറ്റുമായി പുലബന്ധം പോലും ഇല്ലാത്തവരാണ് ഫ്രാഞ്ചൈസികൾ. ഇപ്പോൾ തന്നെ ഈ രണ്ടുപേർ, മെയ്യപ്പനായാലും രാജ് കുന്ദ്ര ആയാലും ബിസിനസ്സുകാരാണ്. ഇവർക്ക് ആജീവനാന്ത വിലക്ക് ക്രിക്കറ്റിൽ ഏർപ്പെടുത്തിയിട്ട് എന്ത് പ്രയോജനം? എന്താണ് അതിൻ്റെ ലോജിക്ക് എന്താണ്? അല്ല, ഇതൊരു പാഠമാണ്. പ്രത്യേകിച്ച് ക്രിക്കറ്റുമായിട്ട് ബന്ധമില്ലാത്തവരാണ് ഇന്ന് പല മേഖലയിലുമുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിശദമായിട്ട് പറയുകയാണെങ്കിൽ മറ്റുള്ള ഫ്രാഞ്ചൈസി ഉടമസ്ഥന്മാരെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ വിജയ് മല്യ അല്ലെങ്കിൽ ഷാരൂഖ് ഖാൻ, ഇവർക്കൊക്കെ ക്രിക്കറ്റുമായിട്ട് എന്ത് ബന്ധമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ബിസിനസ് താല്പര്യം മാത്രം മുൻനിർത്തി ക്രിക്കറ്റിനെ സ്നേഹിച്ച് വരുന്നവർക്ക്, അല്ലെങ്കിൽ റിലയൻസിൻ്റെ അംബാനി, ഇവർക്കൊക്കെ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് മുന്നിൽ വന്ന പല കാര്യങ്ങളും ചെയ്യാം. പക്ഷേ ക്രിക്കറ്റിനെ മോശമായ രീതിയിൽ, പ്രത്യേകിച്ച് അതിൻ്റെ ആ ഒരു മാന്യത നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തികളിലോട്ട് പോകുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത്. തിരിച്ചു വരാം താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ഷൈജു ദാമോദരൻ, നമുക്കറിയാം ഇപ്പോൾ ഈ പ്രമുഖമായ രണ്ട് ടീമുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ചെന്നൈ സൂപ്പർ കിങ്സ് ആണെങ്കിലും അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസ് ആണെങ്കിലും IPLന്റെ ഗ്ലാമർ ടീമുകൾ തന്നെയായിരുന്നു. മാത്രമല്ല, ഈ കളിക്കാരെ വിധി ബാധിക്കില്ല എന്നുള്ള ഒരു നിഗമനം അല്ലെങ്കിൽ ഇത് വരുന്നുണ്ടെങ്കിൽ പോലും പണത്തിന് വേണ്ടി ക്രിക്കറ്റിൻ്റെ അന്തസ്സ് കളയുന്നവരെ ഇന്ന് ലോധ കണക്കിന് ശകാരിച്ചിട്ടുണ്ട്. ക്രിക്കറ്റ് ഒരു കളി മാത്രമല്ലെന്നും കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ വികാരമാണെന്നും ആ ഓർമ്മപ്പെടുത്തലുണ്ട്. എങ്ങനെ കാണാം അതിനെ, ഷൈജു ദാമോദരൻ? തീർച്ചയായും, അതായത് ഗെയിമാണ് വലുത്, കളിക്കാരല്ല എന്ന് ജസ്റ്റിസ് RM ലോധ വളരെ കൃത്യമായി ഇന്നത്തെ വിധിന്യായത്തിൽ പറയുന്നുണ്ട്. അതുതന്നെ വളരെ എന്താ പറയുക, ഈ താങ്കൾ പ്രദീപ് പറഞ്ഞതുപോലെ വളരെ സാധാരണക്കാരായ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന, സന്തോഷം നൽകുന്ന, ഗെയിമിനെ വലുതാക്കി കാണിക്കുന്ന ഒരു സമീപനമാണ് തീർച്ചയായും ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കളിക്കാരെ കളിക്കുകയോ കളിക്കാതിരിക്കുകയോ ചെയ്യുക എന്നത് ഒരു വിഷയമല്ല. കോടതിക്ക് മുന്നിൽ അല്ലെങ്കിൽ ജുഡീഷ്യറിക്ക് മുന്നിൽ ഈ വിഷയത്തിന് കൃത്യമായൊരു പരിഹാരം എന്ന നിലയിൽ രണ്ട് ടീമുകളെയും മാറ്റി നിർത്തുന്നു എന്ന് വളരെ കൃത്യമായി പറയുമ്പോൾ അദ്ദേഹം ഒറ്റ സെൻറ്റൻസിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കളിക്കാരേക്കാൾ വലുതാണ് ഗെയിമിനേക്കാൾ വലുതല്ല കളിക്കാർ. പ്രദീപ് പറഞ്ഞതുപോലെ അങ്ങനെ തന്നെയാവണം. അത് ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം, നേരത്തെ രംഗൻ പറഞ്ഞതുപോലെ, ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു വിധിന്യായമാണ് എന്ന് വളരെ അടിവരയിട്ട് പറയേണ്ടിയിരിക്കുന്നു. തിരിച്ചു വരാം. ശ്രീ രംഗനാഥൻ, ഒരു ചോദ്യം കൂടെ താങ്കളോട്. അതായത് മുദ്ഗൽ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഇന്ത്യൻ ക്യാപ്റ്റൻ ധോണിക്കെതിരെ വരെ പരാമർശമുണ്ടായത്, 12 കളിക്കാരെ കുറിച്ച് പറഞ്ഞിരുന്നു. അതുപോലെ ഇപ്പോൾ സിഒയെ കുറിച്ചുള്ള പരാമർശം, ഇതെല്ലാം നമുക്ക് നോക്കി കാണേണ്ടതല്ലേ? ക്രിക്കറ്റിൽ ഈ രണ്ട് ടീമുകൾ അല്ലെങ്കിൽ ഈ രണ്ട് ഫ്രാഞ്ചൈസികൾക്കെതിരെ ശിക്ഷ പ്രഖ്യാപിക്കുന്നതിനപ്പുറത്ത് ഒരുപാട് വിവാദങ്ങൾ പലരും ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ശ്രീശാന്തിൻ്റെ കാര്യം നമുക്കറിയാം. എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, ഇന്ന് ഇപ്പോൾ സുപ്രീം കോടതി തന്നെ നിയോഗിച്ച ജസ്റ്റിസ് ലോധ ഇറങ്ങുന്ന ആ ഒരു കമ്മിറ്റിയാണ് ഇന്നൊരു തീരുമാനം അവരെടുത്തിരിക്കുന്നത്. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, രണ്ട് ടീമിനെ ഇവർ പൂർണ്ണമായിട്ടും 2 വർഷത്തേക്ക് ബാൻ ചെയ്തു. പക്ഷേ അതിൽ ഉൾപ്പെട്ട പ്ലെയേഴ്സിനെതിരെ ഒരു അന്വേഷണം വരുന്നില്ല. അതുകൊണ്ട് അന്വേഷണം തടസ്സപ്പെടുത്തുന്നു എന്ന് ഞാൻ പറയുന്നില്ല. മുദ്ഗൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇന്നും നിലനിൽക്കുന്നു. അത് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്ലെയേഴ്സ് ഇൻവോൾവ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൽ അന്വേഷണം ഡൽഹി പോലീസിൻ്റെയും അല്ലെങ്കിൽ മുംബൈ പോലീസിൻ്റെയും, അതുകൂടാതെ തന്നെ ചെന്നൈയുടെ ക്യൂ ബ്രാഞ്ച് ഉൾപ്പെടെയുള്ളവർ അതിനെതിരെ അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായിട്ടും അടഞ്ഞു എന്ന് നമുക്ക് പറയാനായിട്ടില്ല. ഈ ഒരു കമ്മിറ്റി, ഈ ഒരു 3 മുൻ ചീഫ് ജസ്റ്റിസുമാരെടുത്ത ഒരു കമ്മിറ്റി, അവർ IPLൻ്റെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെയും അതുപോലെ തന്നെ മെയ്യപ്പൻ്റെയും രാജ് കുണ്ട്രയുടെയും ഒരു തെറ്റായ നടപടിക്രമങ്ങൾ മാത്രം ആണ് ഇന്ന് ആ ഒരു വിധിയിലൂടെ പറഞ്ഞത്. അല്ലാതെ പ്ലെയേഴ്സിൻ്റെ കാര്യത്തിലോട്ടോ BCCIയുടെ കാര്യത്തിലോട്ടോ അവർ യാതൊരു രീതിയിലും ഒരു കാര്യം വിമർശിക്കുകയുണ്ടായില്ല. ഓക്കെ, തിരിച്ചു വരാം ശ്രീ രംഗനാഥൻ, നമ്മൾ തിരിച്ചു വരാം. ഇപ്പോൾ ദേവദാസ് ചേരുന്നു കണ്ണൂരിൽ നിന്ന്. അദ്ദേഹം സ്പോർട്സ് നിരീക്ഷകനാണ്. താങ്കൾക്ക് ഒരുപക്ഷെ കുറച്ചുകൂടി ആധികാരികമായി ഇതിനെക്കുറിച്ച് വിലയിരുത്താൻ സാധിക്കുമെന്ന് കരുതുന്നു. പ്രത്യേകിച്ചും ശ്രീ ദേവദാസ്, ശ്രീ സുന്ദർ രാമനെതിരെ ഒരു പരാമർശം ഇന്ന് കൃത്യമായി വന്നിട്ടുണ്ട്. സുന്ദർ രാമൻ CEO ആണ് IPLൻ്റെ. അതോടൊപ്പം മെയ്യപ്പൻ എന്ന് പറയുന്നത് ശ്രീനിവാസൻ്റെ അനന്തരവനാണ്. അപ്പോൾ സ്വാഭാവികമായും ശ്രീനിവാസനിലേക്കാണല്ലോ ഇതിൻ്റെ എല്ലാ ഈ കുന്തമുന നീളുന്നത്. ശ്രീ ദേവദാസ്, ദേവദാസിന്റെ ശബ്ദത്തിൽ കിട്ടിയിട്ടുണ്ട്. കൃത്യമായാണ്
If an owner brings disrepute to the game of cricket, the team must be scratched with immediate effect. BCCI ചെയ്തിട്ടില്ല. എന്താ പറയുക, വീരപ്പൻ, കാട്ടുകള്ളൻ, ഐക്യര വാസുവിനെ പോലത്തെ കോട്ടിട്ട കള്ളന്മാരാണ് BCCI സ്റ്റേറ്റ് അസോസിയേഷൻസും. അതുകൊണ്ട് എന്ത് പറ്റി, മുഡ്ഗൽ കമ്മിറ്റി കൊടുത്തു, സുപ്രീം കോർട്ട്, അതും ബോംബെ കോടതി കൊടുത്തിയാണ്. എന്നിട്ടാണ് ലോധ കമ്മിറ്റി. ഈ ലോധ കമ്മിറ്റി ഇനി ഫിക്സ് ചെയ്തൊന്ന് ഇനിയിപ്പോൾ നോക്കണം. എന്താ പറയുക, ജയലളിതേൻ്റെ കേസ്, സൽമാൻ ഖാൻ്റെ കേസ് എല്ലാം സ്റ്റിങ്ക് ചെയ്യുന്നു. ഇത് എന്ന് പറഞ്ഞാൽ സ്റ്റിങ്ക് വേഴ്സ് ദാൻ സെപ്റ്റിക് ടാങ്ക് ആണ് ഇന്നത്തെ കണ്ടിട്ടുള്ള. ഈ എന്തുകൊണ്ട് 11.3C ക്ലോസ് പ്രകാരം ബാൻ ഔട്ട്റൈറ്റ് കൊച്ചിൻ ടസ്കേഴ്സിനെ ബാൻ ചെയ്തില്ല ഇവർ, ഡെക്കാൻ ചാർജേഴ്സിനെ ബാൻ ചെയ്തില്ല ഇവർ സഹാര ഇന്ത്യനെ ബാൻ ചെയ്തില്ല ഇവർ. പിന്നെ എങ്ങനെയാണ് ഇത് പറ്റുന്നത്? ഇത് ഈ ശ്രീനിവാസൻ്റെ ടീമാണ്ട് 2 കൊല്ലം. ഇനിയിപ്പോൾ അപ്പീലിന് പോയാൽ ഇത് ഇവർക്ക് ഒത്തുകളി. ഇപ്പം മോഡീൻ്റെ കേസ് വന്നില്ലേ നിങ്ങളെ മുമ്പിൽ, ദാവൂദ് 1000 കോടി വിട്ടെന്ന് പറഞ്ഞില്ലേ. ഇവിടെ ശ്രീനിവാസൻ്റെ വേറെ ഒന്ന്, മോഡീൻ്റെ വേറെ ഒന്ന്. ഇവിടെ രാഷ്ട്രീയക്കാരെല്ലാം ബ്ലാക്ക് മണി മൊറീഷ്യസ് ത്രൂ റൂട്ട് ചെയ്യുന്നു. അല്ല ദേവദാസ്, ഒന്ന് ഇടപെട്ട് ചോദിക്കണം, നമുക്ക് ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ശിക്ഷാവിധി വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ സീസണുകളിലൊക്കെ ഈ IPL കണ്ട പ്രേക്ഷകർ അല്ലെങ്കിൽ ക്രിക്കറ്റ് പ്രേമികളെല്ലാം മണ്ടന്മാരായിരുന്നോ? രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സും ഒക്കെ ഒത്തുകളിയായിരുന്നോ? അതല്ലേ നമ്മൾ അനുമാനിക്കേണ്ടത്? മണ്ടന്മാരല്ല, തിരുമണ്ടന്മാരാ ഈ ഇവിടെ കളി കാണുന്നവർ. എന്താ പറയുക, ആദ്യത്തെ കൊല്ലം ഇവർ ബാൻ ചെയ്തു, ചിയർ ഗേൾസിനെയും രാജീവ് ശുക്ലയെല്ലാം രാജിവെച്ചു. 8ാം സീസണിൽ രാജീവ് ശുക്ല BJPൻ്റെ ആരോ അളിയനാണ്. രാജീവ് ശുക്ലനെ IPL 8ലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ചിയർ ഗേൾസ് ഡാൽമിയ ഈ IPL 8 പറഞ്ഞ് ഞാൻ ബാൻ ചെയ്ത്, എന്നിട്ട് ചിയർ ഗേൾസ് ക്യാബറ കളിച്ചില്ലേ ഈ ഗാലറിയിൽ? ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു? തുടർച്ചയായിട്ട് ഞങ്ങളുടെ ലോസ് 11.3C ക്ലോസ് ആണ് ഏറ്റവും വലുത്. ചുറ്റുമുള്ള ഇത് ഒന്നും ഇതല്ല. ഇതിന് ഒത്താശ ചെയ്യുന്ന സ്റ്റേറ്റ് അസോസിയേഷൻ ഇവർ ഔട്ട്റൈറ്റ് ബാൻ ചെയ്യണം. 12 സീൽ കവേഴ്സ് പ്ലേസ് അല്ലേ. നമ്മൾ ശ്രീശാന്തിനെ അപ്പം കവറിലിട്ട് ടെററിസ്റ്റിനെ പോലെ കൊണ്ടുപോയി ഈ തീവ്രവാദി ഈ ക്രിമിനൽസിന്റെ കൂടെ ആക്കി കൊല്ലാൻ കൊടുത്തത് ഈ KC എല്ലാം സപ്പോർട്ട് ചെയ്തിട്ട് അത് നമുക്ക് ഏകദേശം ബോധ്യപ്പെട്ടു. ഈ 2 ടീമുകളുടെ അഭാവം ഈ IPLന്റെ നിറം കെടുത്തുമോ? IPL വാതുവെപ്പ് വിവാദം പുതിയ വഴിത്തിരിവിലേക്ക്. ജസ്റ്റിസ് ലോധ കമ്മിറ്റിയുടെ ഇന്നത്തെ തീരുമാനം അല്ലെങ്കിൽ ശിക്ഷാവിധി പുറത്തു വന്നിരിക്കുകയാണ്. രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സും ഇനി 2 വർഷത്തേക്ക് IPLൽ കളിക്കാൻ സാധിക്കില്ല. ഒപ്പം രാജ്നാഥ് മെയ്യപ്പയും അതോടൊപ്പം ഗുരുനാഥ് മെയ്യപ്പയും രാജ് കുന്ദ്രയും ആജീവനാന്ത വിലക്കും ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇനിയും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനേയിരിക്കുന്നുള്ളൂ. നമ്മുടെ അതിഥികളിൽ ശ്രീ ഷൈജു ദാമോദറിലേക്ക് ഒരു ചോദ്യം ഞാൻ ഷൈജു ദാമോദറിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ശ്രീനിവാസൻ BCCIയുടെ വലിയ ഏറ്റവും എന്താ പറയുക മുടിചൂടാ മന്നൻ എന്നറിയപ്പെടുന്ന ആൾ, ഇപ്പോൾ അദ്ദേഹം മദ്രാസ് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റാണ്, ഇന്ത്യ സിമെൻസിൻ്റെ ഉടമസ്ഥനാണ്, അതോടൊപ്പം ഗുരുനാഥ് മെയ്യപ്പയുടെ അമ്മാവനാണ്. സൂപ്പർ കിങ്സിലെ ഓഹരി പങ്കാളിത്തത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ഇവയൊക്കെ കണക്കെടുക്കുമ്പോൾ അതുപോലെ സാക്ഷി സിംഗുമായുള്ള ബന്ധങ്ങൾ, ഈ ശ്രീനിവാസൻ അറിയാതെ എങ്ങനെ ഒരു വാതുവെപ്പ് നടത്തും എന്ന് വിശ്വസിക്കാൻ മാത്രം നമ്മൾ ചുരുങ്ങിപ്പോണോ നമ്മുടെ ചിന്തകൾ? ഇപ്പോഴും IPL വാതുവെപ്പ് കേസിൽ ഗുരുനാഥ് മെയ്യപ്പനും ശ്രീനിവാസനും തമ്മിൽ വ്യക്തമായ ബന്ധമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് ഈ പറയുന്ന വിഷയത്തിൽ ഏറ്റവും ആദ്യം പ്രതിപട്ടികയിൽ വന്നതും സംശയത്തിൻ്റെ നിഴലിലായതും. കാരണം ശ്രീനിവാസൻ അറിയാതെ, താങ്കൾ ചോദിച്ചതുപോലെ ശ്രീനിവാസൻ അറിയാതെ ഇത്രമേൽ കാര്യങ്ങൾ നടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം മുൻ IPL ചെയർമാൻ ലളിത് മോഡി പറഞ്ഞിരുന്നു, ഈ IPL 8ാം സീസണിൽ പോലും 50,000 കോടി രൂപയുടെ വാതുവെപ്പാണ് ഇന്ത്യയിൽ IPLൽ നടന്നതെന്ന്. ശ്രീനിവാസന് ഒരു പങ്കുമില്ലാതെ, മീൻസ് ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷേ അദ്ദേഹം അറിയാതെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കും എന്ന് വിശ്വസിക്കാൻ മാത്രം നേരത്തെ കണ്ണൂരിൽ നിന്നും സംസാരിച്ച ബഹുമാന്യ സുഹൃത്ത് പറഞ്ഞതുപോലെ അത്രയ്ക്ക് തിരുമണ്ടന്മാരാണോ നമ്മളും ഇന്ത്യയിലെ മറ്റ് ക്രിക്കറ്റ് പ്രേമികളും? ശ്രീ ഷൈജു, ഒന്നുകൂടെ, ഇപ്പോൾ 2 ടീമുകളുടെ അഭാവം, അതായത് ഇപ്പോൾ 8 ടീമേ ഉള്ളൂ ഇപ്പോൾ നിലവിൽ. ഈ 2 കൂടെ കുറയുമ്പോൾ 6 ടീമായി കുറയും. നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഇത് നമുക്കതിനെ കാണാൻ പറ്റുക? ഈ സാമ്പത്തികമായ പ്രശ്നങ്ങൾ, അതുപോലെ മീഡിയ റൈറ്റ്സ്, ഇതെല്ലാം ഇതിനെ ബാധിക്കില്ലേ? IPLൻ്റെ ആ കളർ ഇല്ലാതാവില്ലേ? തീർച്ചയായും 100% പ്രദീപ്. ഈ 2 ടീം പോകുന്നതോടുകൂടി IPL 6 ടീമിലേക്ക് ചുരുങ്ങുകയും താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ സംപ്രേഷണ അവകാശം, മീഡിയ റൈറ്റ്സ് ഒക്കെ ഇതിനെയൊക്കെ വളരെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യും. BCCIയെ സംബന്ധിച്ചിടത്തോളം 6 ടീമുകളെ വെച്ചുകൊണ്ട് IPL 9 നടത്തുക എന്നത് ഒട്ടും ഫിനാൻഷ്യലി വയബിൾ ആയിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് മാത്രമല്ല, പുറത്തു പോകുന്നത് 2 കളർഫുൾ ടീമുകളാണ്. IPLൻ്റെ ചരിത്രത്തിൽ 2 തവണ ചാമ്പ്യന്മാരാവുകയും 4 തവണ റണ്ണേഴ്സ്
റണ്ണേഴ്സപ്പ് ആവുകയും ചെയ്ത ചെന്നൈ സൂപ്പർ കിങ്സ്. ആകപ്പാടെ 8 തവണ നടന്ന IPL-ൽ 6 ഫൈനൽ കളിച്ച ടീം. 2008 IPL-ന്റെ അരങ്ങേറ്റ സീസണിൽ ചാമ്പ്യന്മാരായ ടീമാണ് രാജ് കുന്ദ്രയുടെ രാജസ്ഥാൻ റോയൽസ്. അങ്ങനെ പണക്കൊഴുപ്പ് കൊണ്ടും താരത്തിളക്കം കൊണ്ടും മറ്റെല്ലാ കാര്യങ്ങൾ കൊണ്ടും ഏറ്റവും ഗ്ലോറിയസ് ആയ ഗ്ലിറ്ററിംഗ് ആയ 2 ടീമുകളാണ് ഈ കോടതി വിധിയെ തുടർന്ന് പുറത്തേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്നത്. IPL-ന്റെ താരത്തിളക്കത്തിനേൽക്കുന്ന വലിയ ആഘാതമാണ് ഇന്നത്തെ വിധി. ഈ 2 ടീമുകൾ ഇല്ലാതെ IPL മുന്നോട്ട് നടത്തിക്കൊണ്ട് പോവുക, പ്രത്യേകിച്ച് ചെന്നൈ സൂപ്പർ കിങ്സ് എല്ലാ അർത്ഥത്തിലും അവരാണ് IPL-ന്റെ സമ്പദ്ഘടന നിയന്ത്രിക്കുന്ന ഒരു ടീം. അവരില്ലാതെ IPL-ന്റെ 9ാം സീസൺ ഫിനാൻഷ്യലി വയബിൾ ആക്കി നടത്തുക എന്നത് BCCIക്ക് മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയായിരിക്കും. അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ചർച്ചയുടെ. ശ്രീ രംഗനാഥൻ, ഇപ്പോൾ ഈ IPL-ന്റെ ഭാവിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്കറിയാം കേരള ടസ്കേഴ്സിൻ്റെ സാധ്യത ഒരുപാട് വിവാദങ്ങൾ ശശി തരൂരുമായി ബന്ധപ്പെട്ട് ഒക്കെ അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കോടതി വിധി വന്നിരിക്കുന്നു. കേരള ടസ്കേഴ്സിന് 500 കോടിയിലധികം രൂപ BCCI പിഴ നൽകണമെന്നാണ്, IPL ഇത് പിഴ നൽകണമെന്നാണ് വിധിച്ചിരിക്കുന്നത്. അവർക്ക് ടീമിലേക്ക് അല്ലെങ്കിൽ IPL-ലേക്ക് തിരിച്ചു വരണമെന്നുള്ള ആവശ്യമാണ് കേരള ടസ്കേഴ്സ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ 2 വർഷത്തേക്കാണ് ഈ ടീമുകളെ ബാൻ ചെയ്തിരിക്കുന്നത്. ഈ 2 വർഷത്തേക്ക് IPL-ലേക്ക് പുതിയ ടീമുകൾ 2 സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വരാൻ സാധ്യതയും കുറവാണ്. മാത്രമല്ല നമുക്ക് ഈ ലോകത്തിന് തന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു ക്ലബ് ക്രിക്കറ്റായിട്ടാണ് IPL-നെ കാണുന്നത്. എന്തായിരിക്കും ഇനി IPL-ന്റെ ഭാവി, എങ്ങനെ കാണുന്നു? അവസാന ചോദ്യം ശ്രീ രംഗനാഥനോട്. ഇനിയിപ്പോൾ കേരള ടസ്കേഴ്സിൻ്റെ സാധ്യത ഇപ്പോഴും കോടതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അവർ BCCI ആയിട്ടുള്ള ആ ഒരു സാമ്പത്തികമായിട്ടുള്ള തർക്കം. അതുമാത്രമല്ല, ഇന്ന് എനിക്കറിയാൻ കഴിയുന്നത് കേരള പ്ലേയേഴ്സിന് തന്നെ പൈസയൊന്നും കിട്ടിയിട്ടില്ല. അവർക്ക് കളിച്ചിട്ട് ഉള്ള ആ ഒരു പൈസ കൂടെ കൊടുത്തിട്ടില്ല എന്നാണ് അറിഞ്ഞത്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ BCCIയുടെ തീർച്ചയായിട്ടും ഈ ഒരു വിധിക്ക് അപ്പുറം BCCIയുടെ ഉന്നത അധികാരികൾ ഇതുമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ കഴിവുള്ള പ്രഗത്ഭരായ BCCIയുടെ അധികാരികളെല്ലാം തന്നെ ചേർന്ന് ഇനി ഇപ്പോൾ 6 ടീമാണോ അല്ലെങ്കിൽ പുതിയ 2 ടീമിനെ ഇനി പുതിയതായിട്ട് കൊണ്ടുവരണോ? പക്ഷേ എനിക്കൊരു സംശയം, ഇപ്പോഴും 2 വർഷം എന്തുകൊണ്ടാണ് ബാൻ ചെയ്തത്? അപ്പോൾ 2 വർഷത്തേക്ക് വേണ്ടി പുതിയ ഒരു ഫ്രാഞ്ചൈസി ഇതിനെ ഏറ്റെടുക്കുന്നത് എനിക്ക് വിശ്വാസമില്ല. അതുമാത്രമല്ല, അങ്ങനെ വന്നെങ്കിൽ തന്നെയും എത്രയാണ് സാമ്പത്തികമായിട്ട് BCCIക്ക് ഉണ്ടാകുന്ന നഷ്ടം, ഇതെല്ലാം തന്നെ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ ഒരു പൊലിമ നഷ്ടപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ IPL വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ മാറ്റിയെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തീർച്ചയായിട്ടും ഇനി ഉടൻ തന്നെ BCCIയുടെ ഉന്നതാധികാരികൾ അതിൻ്റെ യോഗം ചേരും. അതുമാത്രമല്ല, ഇനി എങ്ങനെയാണ് IPL നടത്തേണ്ടത്, ഏത് രീതിയിലാണ് പുതിയ ഫ്രാഞ്ചൈസിനെ ക്ഷണിക്കണോ, അല്ലെങ്കിൽ നേരത്തെ താങ്കൾ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച പോലെ പൂനെയും കൊച്ചിക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട്. അവർ തിരിച്ചു വരികയാണെങ്കിൽ കൂടുതൽ കേരളത്തിലെ താരങ്ങൾക്ക് അവസരം ലഭിക്കുമോ? അതുമാത്രമല്ല, കേരളത്തിൽ തന്നെ ആയിരിക്കുമോ അല്ലെങ്കിൽ കൊച്ചിയിൽ തന്നെ ആയിരിക്കുമോ ഈ കളി നടക്കുക? ഇതെല്ലാം ഒരു ചോദ്യചിഹ്നമാണ്. എങ്കിൽ തന്നെയും കൂടുതൽ ടീമുകൾ IPL-ൽ പങ്കെടുത്ത് ലോകത്തിന് തന്നെ ഇതൊരു വലിയൊരു അത്ഭുതമായിരുന്നു IPL. അത് കൂടുതൽ നന്നായിട്ട് നടത്തിക്കൊണ്ടു പോകാനായിട്ട് തീർച്ചയായിട്ടും BCCIക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു വിധിയിലൂടെ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ അവർക്ക് നടത്താൻ സാധിക്കും. ഈ ചർച്ച നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീ രംഗനാഥൻ, അതോടൊപ്പം ശ്രീ ഷൈജു ദാമോദരൻ, ശ്രീ ദേവദാസ്. നമുക്കറിയാം ഈ IPL ഇനി നമ്മുടെ പ്രതീക്ഷയായിട്ടുള്ള സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിൻ്റെ പ്രതിനിധിയാണ്. അതോടൊപ്പം ധോണി, ഒരുപാട് ഇൻ്റർനാഷണൽ പ്ലെയേഴ്സ്, ഒപ്പം ലെജൻഡറി ക്രിക്കറ്ററായ രാഹുൽ ദ്രാവിഡ് നയിക്കുന്ന ടീമാണ് രാജസ്ഥാൻ റോയൽസ്. ഇവരെല്ലാം കളിക്കളത്തിന് പുറത്തിരുന്നു കൊണ്ട് എങ്ങനെ IPL മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള കാര്യം അനിശ്ചിതത്വത്തിൽ തന്നെയാണ്.